ഈ ചാനൽ ചർച്ച നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാ മേഖലയിലും അവരവർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങള് ന്യായീകരിച്ചുകൊണ്ട് ഇത്തരം അവസ്ഥ പൊതുസമൂഹത്തിന്റെ ഉള്ളില് എന്ത് തെറ്റ് ചെയ്യുന്നവനും ഇതേ ഒരു ആനുകൂല്യം അവൻ എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു എന്നാണ് ഞാൻ പറഞ്ഞു. ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? വളരെ കറക്റ്റ് കാര്യമാണ് ജോസേട്ടൻ പറഞ്ഞത്. കാരണം ഇവിടെ എന്ത് തെറ്റ് ചെയ്യാലും ഒരു വ്യക്തി 3 പേരെ വീട്ടിനകത്ത് അടിച്ചു കൊന്നിട്ടു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ചന്ദമാരെന്ന് പറഞ്ഞ വ്യക്തി, നെന്മാറയിൽ ഈ ചന്ദമാരെന്ന് പറഞ്ഞ വ്യക്തി ആദ്യം ഒരു കൊലപാതകം ചെയ്തവനാണ്. ഇപ്പൊ അയാളുടെ ഭർത്താവിനെയും കൊന്നു, അമ്മയെയും കൊന്നു. ഇതിനൊക്കെ എന്താ ഇതിനൊരു അരുതി വരണ്ടേ? അത് ആരുടെ പിടിപ്പിക്കാനാണോ? ജഡ്ജിമാരെ പിടിപ്പിക്കാനാണോ? പോലീസിന്റെ വീഴ്ചയാണോ? അല്ലെങ്കിൽ ഭരണത്തിന്റെ വീഴ്ചയാണോ? അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചെന്താമര പിന്നെന്താന്ന് പറഞ്ഞ ചെന്താമരയും പിന്നെ ഋതു ഓക്കെ, അതിന്റെ കാരണമാണ് അറിയേണ്ടത് അല്ലേ? ഓക്കെ. അപ്പോ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലൊരു 10-25 വർഷമായിട്ട് ഇതിലിട്. അപ്പോ ചെന്താമര പിന്നെ ഋതു അല്ലേ? ഓക്കെ. സത്യത്തിൽ ഞാൻ ഇതിനെ കാണുന്ന മറ്റൊരു ആംഗിളിലാണ്. നമ്മുടെ ഇന്ത്യയില്, കേരളത്തില്, രാഷ്ട്രീയ മണ്ഡലത്തില് നമ്മള് ചാനൽ ചർച്ചകൾ വരുന്നുണ്ടെന്ന്. ഓരോ ദിവസം ഓരോ കൊലപാതകങ്ങള്, തർക്കങ്ങള്, വിഷയങ്ങളായിട്ട് എപ്പോഴും ചാനൽ ചർച്ച നടക്കുന്നു. ഈ ചാനൽ ചർച്ച നടക്കുമ്പോൾ കൊലപാതകം നടത്തിയവന് ന്യായീകരിക്കാനായിട്ട് ചാനൽ ചർച്ചയിൽ ആളുകൾ വരുന്നുണ്ട്. ന്യായീകരിച്ച് ഓരോ കൊലപാതകത്തിനെയും ന്യായീകരിക്കുക, ഓരോ ആക്രമണത്തിനെയും ന്യായീകരിക്കുക, എല്ലാ തെറ്റിനെയും ന്യായീകരിക്കാനായിട്ടുള്ള അവസരം ചാനൽ ചർച്ചകൾ വഴി മുഖാന്തരം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് രാഷ്ട്രപിതാവിനെ വെടിവെച്ചു ഒന്നാളെ ന്യായീകരിക്കുന്ന ചർച്ചകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇസ്രായേലിലേക്ക് ഹമാസിന്റെ ആളുകൾ അതിക്രമിച്ച് കയറി 1200ഓളം ആളുകളെ എന്താ പറയാ വെടിവെച്ച് കൊന്നു, 250 ആളെ ബന്ദികളാക്കി. അതിനെ ന്യായീകരിച്ച് ചർച്ച നടന്നു. ജോസഫ് മാഷ കൈവെട്ടിയ വിഷയം വന്നപ്പോൾ, അതുപോലെ അഭിമന്യുവിന്റെ വധക്കേസ്, നമ്മുടെ എന്താ പറയാ ഈ കോളേജില് റാഗിങ്ങിന് വിധേയനായ പിള്ളേരെ തല്ലി കൊന്നപ്പോഴും, പല പ്രമുഖമായ കൊലപാതകങ്ങൾ നടന്നപ്പോഴും അവരെയൊക്കെ ന്യായീകരിക്കാനായിട്ട് ചാനൽ ചർച്ചയിൽ രാഷ്ട്രീയ തൊഴിലാളികൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സ്ഥിരം എല്ലാ ദിവസവും ഇങ്ങനെ ന്യായീകരണങ്ങളാണ്. ന്യായീകരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് കേരളീയ ജനത്തിന്റെ ഉള്ളില് ഒരാളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവന്റെ കണ്ണില് അത് ശരിയാന്നുള്ള നിലവരെ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് തെറ്റും ചെയ്യാനുള്ള ലൈസൻസ് നമ്മുടെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകള്, രാഷ്ട്രീയ പാർട്ടികള്, മാധ്യമങ്ങള് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ തെറ്റ് എന്താണ് ശരി എന്താണെന്ന് അറിയുന്നില്ല. ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ 10 ആള് വരികയാണ്. അത് പൊതുവേദികളില്, പൊതു ചർച്ചകളിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. നമ്മൾ 20 കൊല്ലമായി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നേതാക്കന്മാരെ മൂല്യച്യുതി എന്ന് പറയും. മാധ്യമങ്ങൾക്ക് വന്നുള്ള മൂല്യച്യുതി. ഇത് എന്തെന്ന് വെച്ചാൽ സാധാരണക്കാരായ കുറ്റവാളികളായ മനുഷ്യർക്ക് അവർക്ക് ചെയ്യുന്നത് തെറ്റാന്ന് അറിഞ്ഞിട്ടും ഇവർ ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവരുടെ ഭാഗത്തും ഏത് തെറ്റ് ചെയ്യുന്നവനും എത്ര തെണ്ടിത്തരം ചെയ്യുന്നവനും ഒരു ന്യായീകരണം ഉണ്ടാവും. നമ്മൾ സിനിമയിലെ കണ്ടല്ലേ, എന്ത് കൊലപാതകം ചെയ്ത് തെണ്ടിത്തരം ചെയ്യുന്ന അതിന്റെ പിന്നിൽ ഒരു ന്യായീകരണം ഉണ്ട്. അവനൊരു കഥയുണ്ട് ആയിരിക്കുന്നു. അപ്പൊ ആ കഥ വെച്ചിട്ട് അവന്റെ ഭാഗത്ത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അവൻ സ്വയം ഉണ്ടാക്കി എടുക്കാണ്. അതിന്റെ യഥാർത്ഥ കാരണം ഈ ചാനൽ ചർച്ചകളിലെ ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണങ്ങൾ കേട്ട് സമൂഹത്തില് ഒരു പൊതുബോധം ഉടലെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണ് ഈ പച്ചയായ കൊലപാതകങ്ങൾ ചെയ്തിട്ടും ഒരു കുറ്റബോധമില്ലാതെ പ്രതികൾ അതിനെ ന്യായീകരിച്ച് അവരുടെ ഭാഗം ന്യായീകരിച്ച് നിൽക്കാന്ന്. അപ്പോ ഇത് മാറണമെങ്കിൽ ഒന്ന് ഈ ചാനൽ ചർച്ചയില് ഈ തെണ്ടിത്തരങ്ങള്, കൊലപാതകങ്ങൾ നടത്തുന്ന ആൾക്ക് ന്യായീകരിക്കാനുള്ള ചാൻസ് കൊടുക്കാതിരിക്കും. ഏത് വിഷയത്തിനും ഈ എന്താ പറയാ ഈ അന്തി ചർച്ചയില്
അനാവശ്യമായ ചർച്ചകൾ വിവാദങ്ങൾ കൊണ്ടുപോയി പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ നമ്മുടെ ഭാഗത്ത് ഒരു ന്യായീകരണം ഒരു തോന്നലുണ്ടെങ്കിൽ അതിന് ന്യായീകരിക്കാൻ സാധിക്കും എന്നൊരു തോന്നല്. തെറ്റുകൾ എന്താണ്, ശരി എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്താണ് എന്ന് നോക്കുന്നില്ലെന്ന് ചാനലുകളാണ് വിധി എഴുതുന്നത്. അപ്പൊ ഇത്തരം സ്ഥിതിക്ക് ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഇത്തരം ഈ കൊലപാതകങ്ങള് അക്രമങ്ങള് കൂടിക്കൊണ്ടുവരും. അപ്പൊ ഇതിനൊരു അറുതി വരുത്താണ് എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലാണ് ഈ ചെന്താമരയും ഈ ഋതുവിനെ പോലെയുള്ള ആളുകൾക്ക് എന്താ പറയാ ഒരു കുറവ് വരുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ കേസിൽ.